ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് ട്യൂസ്ഡേ മോർണിംഗ്. ഇത് ആക്ച്വലി ഷോർട്സ് ആയിട്ട് എടുക്കണം എന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ലെങ്ത്ത് ഇത്തിരി അങ്ങോട്ട് കൂടിപ്പോയി. ഇതെങ്ങനെയൊക്കെ കട്ട് ചെയ്താലും എനിക്കിത് 3 മിനിറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ വീഡിയോസിന് ഹൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ ഞാൻ നോക്കിയപ്പോഴേക്ക് ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള 2 ലോങ് വീഡിയോയും ഹൈപ്പ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒരു 1 ലാക്കൊക്കെ കടന്നിട്ടുണ്ട്. ചാനലിന് റീച്ച് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ റെഗുലറായിട്ട് കൂടുന്ന പോലെ 5 or 10 ഒക്കെ വെച്ച് തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ആ 5ഉം 10ഉം ഒക്കെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയതായിട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നലെ രാത്രി അലന് ഡിന്നറിന് ഉണ്ടാക്കിയ ഒരു ഇത്തിരി പരിപ്പ് കറി ബാക്കിയിരിപ്പുണ്ട് കേട്ടോ. ഞാൻ അതങ്ങ് ചൂടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയായിട്ട് കഴിക്കാമെന്ന് കരുതി. പിള്ളേർക്കും ചപ്പാത്തി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കുക്കു കളിയൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴേക്ക് ഒരു മൂവി ഇട്ട് കാണുന്നത് ഒരു പതിവായിട്ടുണ്ട്. മൂവി തീരാനായിട്ട് ഒരു 10-11 മണിയൊക്കെ ആവും. ഞാൻ സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ പതുക്കെ എണീറ്റാൽ മതിയല്ലോ. പിന്നെ കുക്കുവിൻ്റെ ലഞ്ച് ആലൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായിട്ട് എണീക്കുന്നത്. പക്ഷെ അങ്ങനെ ഇത്തിരി ലേറ്റായിട്ട് എണീക്കാമെന്ന് കരുതിയാൽ അങ്ങേ അറ്റം വരെ പോവും. 8-8:15 ആവും ഇപ്പോൾ ഉണരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് ഇരിക്കുന്നതെടുത്ത് ഞാനും കുട്ടികളും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. 2 പേരും എണീറ്റിട്ടില്ല. എനിക്കിപ്പോൾ വിളിക്കാൻ തോന്നുന്നുമില്ല. കുറച്ചുകൂടെ നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് കോഫി ഇട്ട് പിന്നെ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എടുത്തു. 2 പേരും എണീക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് ലൈറ്റിനോട് കുറച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇത്തിരി വേദന പോലെയുണ്ട്. പിന്നെ ഞാൻ ആ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. അത് ലൈറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അത് മാറിയോ എന്നറിയാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വെയിലത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല വെയിലൊന്നും ഇല്ല കേട്ടോ. ഒരു മങ്ങിയ ക്ലൈമറ്റാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ കുക്കുവിനും നിലുവിനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് കരുതി ന്യൂട്ടെല്ലയാണ് 2 പേർക്കും തേച്ച് കൊടുത്തത്. നിലുവിനുള്ളത് ഒരു ചെറിയ ടിഫിൻ ബോക്സിൽ മാറ്റി അങ്ങ് അടച്ചു വെച്ചു. കുക്കുവിനുള്ളതിൻ്റെ അകത്ത് ന്യൂട്ടെല്ലയൊക്കെ തേച്ച് അവനുള്ള പാലും എടുത്തു. ഇതിനിടയിൽ ഞാൻ അവനെ പോയി ഒന്ന് വിളിച്ചുണർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വന്നിനി ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി തന്നെ അങ്ങ് റെഡിയാവും. അവൻ്റെ പുറകെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ഈ ചെങ്കണ്ണും കൂടെ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ അവൻ ഒരു കാര്യം പോലും മമ്മ എനിക്ക് അങ്ങനെ ചെയ്തതാ ഇങ്ങനെ ചെയ്തതാന്നും പറയത്തില്ല. അവൻ പണ്ടേ അങ്ങനെയാണ്. നിലുവിൻ്റെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാനിങ്ങനെ ഛർദ്ദിച്ച് കുഴഞ്ഞൊക്കെ കിടക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് പറയും, ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ മമ്മ, എനിക്ക് വിശക്കുന്നെന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ മമ്മയ്ക്ക് ഒട്ടും വയ്യ, എനിക്ക് ഇച്ചിരി ചോറിൽ ചൂടുവെള്ളം ഒഴിച്ച് കഞ്ഞിയാക്കി തരാൻ പറയും. ഒരു ചെറിയ കിണ്ണിയിൽ ഇത്തിരി വറ്റും കുറച്ച് ചൂടുവെള്ളവും ഉപ്പും ഇട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിൽ നമ്മൾ ഇത്തിരി അച്ചാറും കൊടുക്കണം. അത് രണ്ടുമായിട്ടിരുന്ന് കഴിച്ചോളും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇത്തിരി പാല് കാച്ചി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ കുഞ്ഞു എന്ത് വിഷ് പറഞ്ഞാലും എനിക്കത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി എൻ്റെ മോൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആലനാണെങ്കിൽ എപ്പോഴും എന്നെ വഴക്കം പറയും, നീ ഇങ്ങനെ അവനെ വഷളാക്കിക്കോന്ന്. അവനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, മമ്മ എനിക്കൊരു ഷട്ടിൽ ബാറ്റ്, അവിടെ എല്ലാവരും ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു, എനിക്കൊരു ബാറ്റില്ല, അങ്ങനെയൊക്കെ അത്രയും കേട്ടാൽ മതി. എനിക്ക് പിന്നെ മൈൻഡിൽ എങ്ങനെയും അവനത് വാങ്ങിച്ചു കൊടുക്കാണ്ട് എനിക്കൊരു സ്വസ്ഥതയും കാണത്തില്ല. ഇപ്പം എന്നെപ്പോലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ചാനലിനൊക്കെ നല്ല റീച്ച് ഉണ്ടോ എന്നൊക്കെ. നമുക്ക് ഒത്തിരി കാശ് കിട്ടിയിട്ട് വേണ്ടേ സ്നോ കാണാൻ പോകാനായിട്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ബൾക്കായിട്ട് മമ്മയ്ക്ക് എന്ന് ഇതിൻ്റെ അകത്തുനിന്നൊരു നല്ല എമൗണ്ട് കിട്ടുന്നു അത് നമ്മൾ അതും കൊണ്ട് സ്നോ കാണാൻ പോകുന്നു. ആ ഓട്ടോയ്ക്കകത്ത് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ ടാറ്റയും കാണിച്ച് പോയത്. ഇത് ലയണലാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണ്. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിലായി. പുതിയ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് നടന്നു പോയി. സമയമായിട്ടുണ്ടായിരുന്നു. അനിയൻ സിബി എത്തിയിട്ടുണ്ട്. ആളൻ്റെ കസിനും വൈഫും ആണത്. സിബി നമ്മുടെ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർഷത്തെ അവൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ അവനൊരു സൈക്കിൾ വേണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ വീക്ക് എന്തോ അത് മാറ്റി പറഞ്ഞു, എനിക്കൊരു സ്റ്റഡി ടേബിൾ വേണം. ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമെന്ന്. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കുറഞ്ഞ ബഡ്ജറ്റിലൊരു സ്റ്റഡി ടേബിൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എത്തിയിട്ടില്ല, എത്തുമ്പോൾ കാണിക്കാം. അങ്ങനെ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇനിയിപ്പോൾ ലഞ്ചാക്കണമല്ലോ. നിലു എണീക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അത്രയ്ക്കായി. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട്, 2-3 എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടുതലായി, ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവനിപ്പോൾ ഭയങ്കരമായിട്ട് യൂട്ടിപ്പറ്റി നടക്കുന്ന പരിപാടിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കത്തില്ല, ഒക്കത്തുനിന്ന് മാറത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലൻ സിസുജിന്നിങ് എത്തണം. ആലനാ എത്തുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഏകദേശം 11-11:30 ഒക്കെ ആവും. 12:15 കുക്കുവിന് ലഞ്ച് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും എണീക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് മെഴുക്ക് പുരട്ടാന്ന് കരുതി. ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, ഇന്നലെ ചിക്കൻ പൊരിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ കറിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെയാണ്. കുറച്ച് മോര് ഇന്നലത്തത് ബാക്കിയിരിപ്പുണ്ട്. കുക്കു സാറിന് ലഞ്ചിന് കൊടുത്തു വിടാനും ഉച്ചയ്ക്ക് നിലുവിന് ചോറിൻ്റെ കൂടെ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു 4-5 കാടമുട്ട നമ്മുടെ എഗ് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്.
ഓണാക്കി ഒരു ഇത്തിരി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ സ്റ്റീം വന്ന് തുടങ്ങും കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഒരു ബർണർ എനിക്ക് ഒഴിഞ്ഞും കിട്ടും, സമയമാകുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യും. അതായത് എഗ്ഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട, കെറ്റിലൊക്കെ തനിയെ ഓഫ് ആവുന്ന പോലെ അതങ്ങ് ഓഫ് ആയിക്കോളും. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുമ്പോൾ ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും അങ്ങനെ ചേർക്കാറില്ല, ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. പാനിലായതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി അങ്ങ് ചൂടായിക്കോളും. കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്ക് വെണ്ടക്കായൊക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് വെണ്ടക്കായ ഇഷ്ടമല്ല കേട്ടോ, ഒന്നാമത് അതിൻ്റെ സ്ലൈമിനെസ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പച്ച കളറിലെ പച്ചക്കറികൾ ഒന്നും ഇഷ്ടമല്ല. ആ ഒരു ജൊല്ലു പോലെ വരുന്ന സംഭവം അങ്ങോട്ട് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കും. അതൊന്ന് മുരിഞ്ഞും വരും, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്ലൈമിനെസ് വിട്ട് കിട്ടുകയും ചെയ്യും. കമൻസിൽ ഈ സ്പൂൺ ഹോൾഡർ കുറച്ച് കോസ്റ്റ്ലി ആയി പോയി ചേച്ചി എന്ന് പറയുന്നത് കേട്ടു. എടാ, സെറാമിക്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഐറ്റമാണ് അത്, ആ ഒരു പ്രിൻ്റ് വരുന്നത്. ഞാനത് തനിയെ ഓഫ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതങ്ങ് ഓഫായി കേട്ടോ. അതാണ് സംഭവം, തനിയെ അങ്ങ് ഓഫ് ആയിക്കോളും. ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെണ്ടക്കായിൽ പൊടികളായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാൻ്റെ താഴെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഇളകി പോരും കേട്ടോ. അതെപ്പോഴാണെന്നറിയോ, നമ്മൾ ഈ ജൊല്ലൊക്കെ നല്ല രീതിയിൽ പോയി കഴിയുമ്പോൾ കുറച്ച് നേരം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ ഒരു ടൈമിൽ ആ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ഇങ്ങനെ ഇളകി പോരുന്നുള്ളൂ. ഇപ്പോൾ വെണ്ടക്കായായി, ചോറായി, ചിക്കൻ കറിയെ കുറിച്ച് ഞാൻ എന്താണൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സവാള പോലും ഇല്ല. അപ്പോൾ ഞാൻ അലനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ സവാള മേടിച്ചുകൊണ്ട് വരണം. സവാള കൊണ്ടുവന്നിട്ട് ചിക്കൻ കറി വെക്കാൻ പറ്റത്തുള്ളൂ, മൊത്തം ചെറിയുള്ളിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എഗ്ഗ് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മേലേന്ന് ഒരു വിളി കേട്ടു, മമ്മ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നേരെ പോയി അവനെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. അവനുള്ള പാലൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നേരെ കൊണ്ട് സോഫയിൽ കിടത്തി ഫാനും ഒക്കെ ഇട്ട് കൊടുത്ത് പാൽ കുടിക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കരുത് എന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് പലതിനും ഞാൻ മറുപടി പറയാത്തത് കേട്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ കൂടി പോയോണ്ടാവും ഇങ്ങനെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ ഇരുത്തി ചോറ് വാരി കൊടുത്തിട്ട് ഷോ ഓഫ് കാണിക്കുന്നതെന്ന്. ഈ എഡ്യൂക്കേഷനും ചോറ് വാരി കൊടുക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല ചേച്ചി/ചേട്ടാ. ആരെങ്കിലും സ്നേഹത്തോട് ഒരു പിടി ചോറ് തരുന്നതും ആർക്കെങ്കിലും സ്നേഹത്തോട് ഒരു പിടി ചോറ് കൊടുക്കുന്നതുമൊക്കെ those are things people do out of love. ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മന്ത്രിയുടെ കടക്ക് പുറത്ത് എന്നുള്ള ഡയലോഗ് ഓർമ്മ വരുന്നത്. അത് മനസ്സിൽ 100 തവണ പറഞ്ഞിട്ടാണ് ഞാൻ അടിച്ചതിൻ്റെ അകത്തുനിന്ന് പുറത്താക്കുന്നതും. 11:45 ഞാനൊരു അലാം വെച്ചിരുന്നു കേട്ടോ. ആ സമയമായിട്ടും അലൻ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. ഇന്നലത്തെ മോരിൻ്റെ ബാക്കി ഇരിപ്പുണ്ടല്ലോ, വെണ്ടക്കായ നമ്മൾ മെഴുക്ക് വരട്ടുകയും ചെയ്തു. ഇനി ചിക്കൻ അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് കരുതി, വേറെ ഓപ്ഷൻ ഇല്ല. കറിക്കായതുകൊണ്ട് ഞാൻ അരപ്പൊക്കെ കുറച്ചാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്തിരി കൂടെ പെപ്പർ പൗഡർ, കുറച്ച് മുളക് പൊടി, പിന്നെ നിറത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് നമുക്കിതങ്ങ് വറുത്തെടുക്കാം. അമ്മ ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല. അമ്മേനെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. അല്ലെങ്കിൽ അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സവാള മേടിച്ചുകൊണ്ട് വന്നേനെ. പിന്നെ ഇപ്പം ഞാനിവിടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അമ്മ രാവിലെ അങ്ങ് പിരിവിന് പോവുക. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾ തിരിച്ച് വരും. പിന്നെ വൈകുന്നേരം എന്നെയും ഹെൽപ്പ് ചെയ്യാം, ഇവിടെ തന്നെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ ചിലപ്പം രാവിലെ എണീറ്റങ്ങ് പിരിവിന് പോയി കാണും, ഞാനിവിടെ വീട്ടിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ആ ഒരു റഷ് ഒന്നും തോന്നത്തില്ല, എല്ലാം പെട്ടെന്ന് തീർത്ത് മാറണം എന്നൊക്കെ. എന്തായാലും ചിക്കൻ കറി അങ്ങ് മാറ്റി ചിക്കൻ പൊരിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ പുതിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നിരത്തി നമുക്ക് ചിക്കൻ പീസസ് പൊരിച്ചെടുക്കാം. പക്ഷേ ഈ പീസസ് എല്ലാം ഞാൻ കറിക്കായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. കഴുത്ത്, ചിറക്, പിന്നെ ആ ലിവർ, കിഡ്നി പോലത്തെ ഒരു സാധനം, അതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് കറിയാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിച്ചി എടുക്കാനായിട്ട് വലിയ രീതിയിൽ മാംസമൊന്നും കാണത്തില്ല. പിന്നെ കറി വെക്കുമ്പോൾ അത് പറ്റിയ രാത്രത്തെ ചപ്പാത്തിക്കും പിറ്റത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൂടെ കിട്ടാനായിട്ട് ഞാൻ കറിക്കുള്ള പീസുകൾ കുറച്ച് അധികം എടുത്ത് വെച്ചത്. ഒരു ചിറകിനെ ഇച്ചിരി ചരിച്ച് കിടത്തിയിട്ട് ഞാൻ എല്ലാ പീസും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ അങ്ങ് വെച്ചു. ഒരുത്തൻ ഇവിടെ ഉണങ്ങാനിരിപ്പുണ്ട് കേട്ടോ. ഞാൻ പാത്രം ഉണക്കാൻ കൊണ്ട് വെച്ചിട്ട് അവിടെ എന്തിനാ ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ പറയാം അവനും ഉണങ്ങാനിരിക്കുവാന്ന്. അപ്പുറത്തുനിന്ന് സേറമോളുടെ അമ്മയും പറയുന്നുണ്ട് നല്ല വെയിലുണ്ട് നിലു അകത്ത് കയറി പോകുന്നു. ഉണങ്ങി കഴിഞ്ഞോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉണങ്ങി കഴിഞ്ഞു എന്ന്. വെയിൽ ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തങ്ങ് അകത്ത് കൊണ്ടുപോയി. ഇതാ ഞാൻ പറഞ്ഞത്, ഇവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ആലൻ വരണം. TV ഇട്ട് കൊടുത്താലും പിന്നെയും കറങ്ങി തിരിഞ്ഞിങ്ങി എത്തും.
ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് ദേ റെഡിയായി. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്നത് മിസ്റ്റർ വൈറ്റിൻ്റെ 5 കിലോയുടെ സാക്കാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ ബുധനാഴ്ച കുരിശടിയിൽ നൊവേന കഴിഞ്ഞ് നേർച്ച കൊടുത്ത അരിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചൻ്റെ വോളിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇവിടെയും ഉണ്ട്, പിന്നെ അവിടെയും ഉണ്ടോ എന്നൊക്കെയാണ് ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു ഈണത്തിലാക്കി ഇപ്പോൾ അങ്ങ് പാടിക്കോളൂ വരുന്നത്. ചോറ് വാർത്തിട്ടിട്ട് കുക്കറും ഒക്കെ ഞാൻ ദേ അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി കുക്കൂനുള്ള ചോറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആലം വരുമ്പോൾ അപ്പോഴേ അങ്ങ് കൊടുത്തു വിടാം. കുക്കറൊക്കെ കഴുകി വീണ്ടും ഞാൻ കൊണ്ട് വെയിലത്ത് വെച്ചു. കുക്കർ കൊണ്ടുവയ്ക്കാൻ പോയപ്പോഴേക്കാണ് സേറമോളുടെ അമ്മൂമ്മ പറയുന്നത്, ദേ അപ്പുറത്തെ വണ്ടി വന്നിട്ടുണ്ട്, സവാളയും തക്കാളിയൊക്കെ വരുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ അലനെ വിളിച്ചു പറഞ്ഞു, ഇനിയിപ്പോൾ ഇയാൾ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സവാളയും തക്കാളിയും ഒന്നും മേടിക്കേണ്ട, വണ്ടിക്കാരൻ്റെ നിന്ന് മേടിക്കാം. നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അവിടെ എല്ലാവരും വാങ്ങിച്ചിരുന്നു. ലില്ലിയംച്ചിയും മാമിയും ഒക്കെ. സേറമോളുടെ അമ്മമ്മേനെ ഞാൻ മാമി എന്നാണ് വിളിക്കുന്നത്. അത് കൊച്ചുപ്പയുടെ വൈഫിൻ്റെ മിനി ആൻറ്റിയുടെ മാമിയാണ്. ഞങ്ങളെല്ലാവരും മാമി മാമൻ എന്ന് തന്നെ അവരെ വിളിക്കുന്നത്. അപ്പോൾ അവരെല്ലാം അപ്പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് സേറമോളുടെ അമ്മയടുത്ത് പറയുന്നുണ്ടായിരുന്നു, സവാള ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ കറി വെക്കുന്നില്ല, ചിക്കൻ ഫ്രൈ ചെയ്യുവാന്ന്. അപ്പോൾ മാമി അത് കേട്ടിട്ടുണ്ടായിരുന്നു. മാമി അന്നേരം ഇപ്പോൾ വണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഇവരെല്ലാവരും അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് വണ്ടി തേങ്ങി ഇപ്പുറത്തായി. അപ്പോൾ ഈ കണ്ണും വെച്ചിട്ട് അങ്ങോട്ട് പോകണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവന് പോയി കാണണം വണ്ടിക്കകത്ത് എന്തെന്നാന്നുള്ളത്. മാമിയുടെ കയ്യിൽ ഞാനങ്ങ് കാശ് കൊടുത്ത് വിട്ടിരുന്നു. പിന്നെ എനിക്ക് ഈ നോക്കിയെടുക്കുന്നതൊക്കെ തെറ്റ് പറ്റും കേട്ടോ. ഞാൻ ഈ മുറ്റിപ്പോയ വെണ്ടയ്ക്കയും അഴുകിയ തക്കാളിയൊക്കെ ആയിരിക്കും മിക്കതും എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയെടുക്കാൻ എനിക്കറിയത്തില്ല. തക്കാളിയൊക്കെ ചിലപ്പോൾ കയ്യിൽ പിടിച്ചാൽ മനസ്സിലാവും. എന്നാലും ഞാൻ മേടിക്കാൻ ഇറങ്ങുമ്പോൾ ലില്ലിയംച്ചിയോ മാമിയൊക്കെ ഇതുപോലെ എനിക്ക് നോക്കിയെടുത്ത് തരാറാണുള്ളത്. അപ്പോൾ ദേ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാൻ മേടിച്ചില്ല, കുറച്ചധികം കാന്താരി മുളക് ഇവിടെ ഇരിപ്പുണ്ട്. സ്കൂളിലൊരു മിസ്സും കൊണ്ടുതരും. പിന്നെ അമ്മ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കാന്താരി മുളക് എനിക്ക് കൊണ്ടുതരും. ഈ പിരിവിനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിലെ മരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചു കൊണ്ടുവരും. എനിക്ക് കാന്താരി മുളകിട്ട് ചമ്മന്തി അരയ്ക്കുന്നതും മുട്ട പൊരിക്കുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ. അങ്ങനെ ദേ കുക്കൂനുള്ള ലഞ്ച് എടുത്ത് വെച്ചു. ചോറും മോരൊരു ഡബ്ബയിലാക്കി വെച്ചു. ചിക്കൻ ഫ്രൈന്ന് പിച്ചിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാംസമുള്ള ഒരു 2-3 പീസ്, 2-3 കാടമുട്ട, പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത്, പിന്നെ സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചു. ഇതിനിടയിൽ ഒരാൾ വെള്ളത്തിൽ കളിച്ചിട്ട് പാൻറ്റൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. കുക്കൂൻ്റെ ചോച്ചി കൊണ്ടുവന്ന ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ പപ്പയുടെ കൂടെ പോകാനായിട്ട് റെഡി ആവാനായിട്ട് പാൻറ്റ് മാറാൻ പോയേക്കുക. പക്ഷേ കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചത് ഇന്നായിരുന്നു. ലഞ്ച് കൊണ്ടു കൊടുക്കാൻ പോയ ആൾക്കാർ കുക്കുവായിട്ടാണ് തിരിച്ചു വന്നത്. നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ ഇത്തിരി ചുവപ്പുണ്ടെന്ന്. ക്ലാസ്സിലിരുന്ന് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് മിസ്സ് അവനെ മമ്മിയെടുത്തോട്ട് വിട്ടു. മമ്മി പിന്നെ ഇങ്ങനൊരു കൺസേൺ ഉള്ളതുകൊണ്ട് ഇനി അഥവാ ചെങ്കണ്ണാണെങ്കിൽ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് വേറൊരു കുട്ടിക്ക് വരരുതല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോരുന്നു. വന്നപാടെ ഞാൻ കണ്ണിലൊക്കെ നോക്കി. ഇന്ന് മലയാളം ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ മനഃപൂർവ്വം ചൊറിഞ്ഞിട്ട് ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഞാൻ പറഞ്ഞതാ ലഞ്ച് കഴിച്ച് കളിച്ചിട്ടൊക്കെ ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പം ഞാനാ പറഞ്ഞു, ഇല്ല പൊയ്ക്കോ, പോയി വീട്ടിൽ പോയി ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ മമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വരാനുള്ള അവൻ്റെ അടവാന്നാണ് ആലനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവൻ അടവെടുത്തേനെ. കാരണം ആ ഒരു ടൈമിൽ അവൻ കളിക്കുന്നത് അവൻ്റെ ഏറ്റവും വലിയ കാര്യം, അവനത് മിസ്സാക്കത്തില്ല. എന്തായാലും അതിന് ഞാനൊരു സസ്പെൻസായിട്ട് വെക്കുന്നില്ല. അവന് ചെങ്കണ്ണൊന്നും അല്ലായിരുന്നു കേട്ടോ. അവൻ 2-3 പ്രാവശ്യം തുമ്പിയേണ്ടതാണ്. പിന്നെ ആ മുടി അങ്ങനെ കിടക്കുന്നതിൻ്റെയും സൈഡ് ഒതുക്കാൻ പറഞ്ഞിട്ട് അപ്പനും മകനും കേട്ട ഭാവമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. കുക്കു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ലഞ്ച് തന്നെ തുറന്നെടുത്ത് വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പ്ലേറ്റിലോട്ട് ആക്കുന്നൊന്നും ചോദിച്ചിട്ടില്ല, വേണ്ട ഇതിലാകുമ്പോൾ പെട്ടെന്ന് തീരും, ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കുക. അപ്പോഴേക്ക് അപ്പുറത്തിരിക്കുന്ന ചെറിയ സാധനം തുടങ്ങി എനിക്ക് അതുപോലെ പാത്രത്തിൽ വേണമെന്നും പറഞ്ഞ് 2 വഴക്കങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ മുഖമൊക്കെ ഇത്തിരി വീർപ്പിച്ച് വെച്ച് ഇരുന്ന് എന്തായാലും കഴിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.